ഹലോ ഗൈസ്, ഇന്ന് ഓടി നോമ്പറക്കാല്ലാത്തതുകൊണ്ട് അസറിൻ്റെ ആശം ഞങ്ങൾ നോമ്പറക്കാൻ ഒരു പ്ലാനാണ് ഇട്ടു. വൈകിയ വേളയിൽ പ്ലാൻ ഇട്ടുകൊണ്ട് തന്നെ എന്നെ പോക്കട്ട് ആട്ടുന്നുണ്ട് വരും. സജിമോന്റെ ശിക്ഷണത്തിൽ ചുവന്ന കോഴി മൊരിയായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. നൗഷാദാക്കി സബീറാക്കി ഞാനും കുനുകുനരിഞ്ഞ ഉള്ളി എന്തിനാ ഉണ്ടാക്കണ അറിയില്ല. ഫൈസൽ ഭായ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പുർത്തുകാൽ ബിരിയാണിക്കുള്ളതാണ്. അങ്ങനെ ഉപ്പിട്ട് വയറ്റിയ സവാളയിലേക്ക് കുനുകുനരിഞ്ഞ തക്കാളിയും ചേർത്തെടുത്ത് നല്ലൊരു ഇളക്കി. അപ്പൊ പിന്നെ അതിന്റെ കൂട്ടത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് ചതച്ചിട്ട് കാണാണ്ട് അങ്ങനെ ഇളകി മൂത്ത് നിൽക്കുന്ന സമയത്ത് കൈക്ക് നാടൻ കരിയേപ്പിന്റെ എടുത്ത് കാണ്ട് ഒരു ഇളക്കിലോ. ഗരം മസാലയും ചിക്കൻ മസാലയും പൊരിച്ചു വെച്ച ചിക്കനും ചേർത്ത് കാണ്ട് അയക്ക് ഫൈസൽ ഭായ് മന്ത്രിച്ചൂതി കൊടുന്ന പ്രത്യേകം തയ്യാറാക്കിയ മസാലപ്പൊടികൾ ഇട്ട് കാണ്ട് അതുണ്ട് ഇളക്കി. അങ്ങനെ മസാല റെഡിയായി. ചെമ്പിന്റെ മൂട്ടിൽ കൈരായിട്ടുണ്ടെങ്കിൽ പെരക്കാര് കുഞ്ചിരുത്തി കൂമ്പിനിടിക്കുന്ന പറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ മൂട്ടിൽ കുറച്ച് കൈരോ ഓയിലാണ് തേച്ചു കൊടുത്തു. ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് തന്നെ തുമ്പിയും കുറച്ചുകൊണ്ട് വിറകടുപ്പിലാണ് വിഭവങ്ങളൊക്കെ തയ്യാറാക്കേണ്ടത്. എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്താൻ പറയണം. ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് ഒരു യുദ്ധം കാരണം എന്തെല്ലാം കഷ്ടപ്പാട്. വിറകടുപ്പിൽ ചെമ്പും വെച്ച് വെള്ളം പറന്ന് തളിച്ച വെള്ളത്തേക്ക് ക്യാരറ്റ് ഇട്ട് കാണ്ട് കുറച്ച് ചേരുവകളും ചേർത്തു. അങ്ങനെ തളിച്ച വെള്ളത്തേക്ക് അരി കഴിക്കിടാ വിചാരിച്ചു നോക്കുമ്പോൾ അരി കഴിക്കാൻ പാത്രമില്ല. പിന്നെ ഉള്ള പാത്രത്തിലാണ് അരി കഴിക്കി. തപ്പല് കൈകി അരി തളിച്ച വെള്ളത്തേക്ക് ഇട്ട് ഊറ്റിക്കാണ്ട് അടുത്ത് ദമ്മിടാനുള്ള പരിപാടിയിലാണ്. പുർത്തുകാൽ ബിരിയാണി ആയതുകൊണ്ട് തന്നെ പുർത്തുകാലും കട്ട് ചെയ്ത് കണ്ടാണ് ദമ്മിട്ടു. സഫീറുവിന്റെ ബേജാറ് നോമ്പറക്കാൻ നേരത്തെ ദമ്മിട്ടിച്ചാൻ പറ്റില്ല എന്നുള്ളതാണ്. നോമ്പറക്കുമ്പോൾ വെള്ളമെങ്കിലും കുടിച്ചാറുകാണ് അതിന്റെ പണി തകൃതിയായിട്ട്. ഇവിടെ ഒരാൾ വെടിക്കെട്ടുള്ള കുറ്റി ഇറക്കണമാരാണ് ഐസും കട്ടൊക്കെ കുറ്റിക്കാർക്ക്. തകൃതിയായിട്ട് പണിയെടുക്കേണ്ട ഇടയിലും ബാങ്ക് കൊടുക്കാൻ സമയം അതിക്രമിച്ചിന്റെ ഇടയിലും പ്ലാനിങ്ങിന് ഒരു കുറവില്ല. അത് പൊളിക്കും. സംഗതി വാങ്ങി കൊടുക്കാൻ രണ്ടിട്ടുള്ളെങ്കിലും എൽഞ്ഞീൻ ജ്യൂസ് അടിച്ചുള്ള പ്ലാനാണ് പാസ്സായിക്കണു. പതിവ് പോലെ സമയ പുസ്തകം വാങ്ങിക്കൊടുത്തു. ഞാനും സജി ഓരോ ഈത്തപ്പ എടുത്ത് കാണാൻ നോമ്പട് പറഞ്ഞു. വെട്ടുകൊണ്ടിരിക്കുന്ന വത്തക്കന്റെ ഒരു പീസ് എടുത്ത് കണ്ട് അതൊന്നും കടിച്ചു. പെരുന്നാൾ എടുത്തോണ്ടാന്ന് തോന്നുന്നു. സമൂസക്ക് ഓലപ്പടക്കത്തിന്റെ മാതിരി തോന്നുന്നു. ഇന്നത്തെ സമൂസനെ പറ്റി മധുഹാറിന്റെ സബീറ കേട്ടോ. ഇത്രയും നല്ലൊരു സമൂസ ഞാൻ ഇതിനു മുമ്പ് എവിടുന്ന് കഴിച്ചിട്ട് നല്ല സമൂസ കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞു. സത്യം പറഞ്ഞ നോമ്പർക്കൽ ഞങ്ങൾ ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തിന്റെ. വിഭവങ്ങൾ നിരത്തി വെച്ച് ചിമ്മിണി വിളക്കും കത്തിച്ച് വലൂത് ദന്തൻ തമ്മനി പറഞ്ഞ പാട്ടിട്ട് കണ്ടിന് നോമ്പറക്കാൻ വിചാരിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ചിലവലത് റെഡിയാവും ചിലവലത് റെഡിയാവില്ല. നമ്മളത് ഇങ്ങനെയായി, നമുക്ക് അതൊരു കുഴപ്പമില്ല. എൽഞ്ഞീൻ ജ്യൂസ് അടിക്കാനുള്ള പ്ലാൻ എ പാളിയതുകൊണ്ട് പ്ലാൻ ബി പ്രകാരം അതാണ് വെട്ടിക്കുടിച്ചു. ചേറ്റപ്പൊട്ട് എണ്ണാക്കിൽ കൊടുക്കാതെ കഴിച്ചിലായത് ഭാഗ്യം. അരിമണി അളവിൽ ഉന്നം തെറ്റാത്ത തൊണ്ടും പൊളിച്ചു കണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പണ് തിന്നു. അങ്ങനെ അവസാനമായി സലാംക്ക നോമ്പറന്നോടുകൂടി ചെമ്പേറ്റ് ഒരാളാണ് പോയി. അമ്പ്രാഖാന്റെ ഷെഡിലെ പണി തീരാത്ത ടേബിൾ അങ്ങോട്ട് പണി തീർത്തുകാണ്ട് അയിമാണ് ഷീറ്റ് വിരിച്ചു. അങ്ങനെ ഇഷാബാങ്കോട് കൂടി പുർത്തുകാൽ ബിരിയാണിയുടെ ദമ്മും പൊട്ടിച്ചുകാണ്ട് പുർത്തുകാലാണ് പിഞ്ഞു വയ്ക്കും. പിന്നെ ഇറച്ചും ചോറാൻ വേർതിരിച്ചു കാണാൻ പാത്രത്തേക്കാക്കി. എരിയുന്ന വയറിന് കുളിരേക്കാൻ മധുരമൂറ ഇമ്പമുള്ള പുർത്തുകാൽ ബിരിയാണി അങ്ങോട്ട് കഴിച്ചു. വയറും മനസ്സും നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുർത്തുകാൽ ബിരിയാണിയുടെ രുചി ഞാൻ അറിയുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് കഴിക്കാതിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു നോമ്പർപ്പിച്ചാൽ കാണാം. ഓക്കെ, ബൈ ബൈ.